ഹലോ, പാളം കണ്ടപ്പോൾ തന്നെ സ്ഥലം പിടികിട്ടിയല്ലോ അല്ലേ? അതെ, നമ്മുടെ പാലക്കാട് ജില്ലയിലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ്. ബാക്കി വിശേഷങ്ങൾ അച്ഛ പറയും. നമ്മൾ നേരെ പോകുന്നത് ആന്ധ്രയിലേക്കാണ്. ആന്ധ്ര ശ്രീ സത്യസായിബാബയുടെ ജന്മസ്ഥലമായ ആന്ധ്രയിൽ പുട്ടപ്പുറത്തിയിലാണ് പോകുന്നത്. നല്ലൊരു സ്ഥലമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിനായി നമ്മൾ അങ്ങോട്ട് പോകാം. നമ്മളവിടെ എത്തി. വിശേഷം പറഞ്ഞു വന്നപ്പോഴത്തേക്കും സ്ഥലം എത്തി. ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് കണ്ട് ആസ്വദിക്കുക. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഓടി വന്ന് സൂപ്പർ മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ വളരെ ചെറിയൊരു ഷോപ്പിംഗ്. പിന്നെ ഇവിടെ സായിബാബയുടെ സ്ഥലം ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ സായിബാബയുടെ ഫോട്ടോ ഒക്കെ വെച്ച് വിളക്കൊക്കെ കൊളുത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും സായിബാബയാണ്. അപ്പോൾ നമ്മുടെ സ്വാമിയുടെ ആശ്രമങ്ങൾ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നമുക്ക് നേരിട്ടറിയാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ വാക്കുകളിലൂടെയും എനിക്കത് മനസ്സിലാവട്ടെ. കേട്ടോ, വിശപ്പ് വന്നാൽ എനിക്ക് പിന്നെ വേറൊന്നും സഹിക്കാം, വേറൊന്നും നോക്കൂല. ഞാൻ കടയിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. ആ ചായയുടെ ഒരു വലുപ്പേ. നമ്മുടെ കോയമ്പത്തൂർ ആദിയോഗി അല്ലെങ്കിൽ ഈശാ ടെമ്പിൾ എന്ന് പറയുന്ന മഹാദേവൻ്റെ ഈ പ്രതിമയിലുള്ള ഒരു ലൈറ്റ് ഷോ ആണ് കേട്ടോ സംഭവം. ഇത് നമ്മുടെ ആന്ധ്രയിൽ സായിബാബ മുൻകൈ എടുത്ത് നിർമ്മിച്ച ഒരു ഹോസ്പിറ്റലാണ്. അതിൻ്റെ മുന്നിൽ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ആശുപത്രിയുടെ മുമ്പിലുള്ള ഒരു കൃഷ്ണൻ്റെ വിഗ്രഹത്തിലുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മളിതാ ആന്ധ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേനും കണ്ട ഒരു കാഴ്ചയാണിത്. ഒരു 1 2 3 കുടുംബത്തോടെ വന്നേക്കാന്ന് തോന്നുന്നു. എല്ലാവരും കൂടിയിട്ട് ആളെ പിടിയിട്ടല്ലോ അല്ലേ. ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ് ഇവർ. ഇപ്പോൾ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ ഓടിപ്പാഞ്ഞെത്തി ഞങ്ങളുടെ അടുത്തോട്ട്. കുറച്ചൊക്കെ ഞാൻ പേടിച്ച് അലർക്കൊണ്ട് ഓടിയെങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് പഴം തിന്നുകൊണ്ടിരിക്കുന്നതാണ്. അയ്യോടാ വരണമല്ലേ. അങ്ങനെ വരണ കണ്ടില്ലേ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴത്തേനും ട്രെയിനും വന്നു. ഓക്കെ, ഇതൊക്കെയാണ് കേട്ടോ സ്ഥലം. ഏതാ അച്ഛൻ നിൽക്കുന്നത്. അച്ഛേ ഒന്ന് കൈ കാണിക്കച്ചേ, ഒരു ഹായ് പറയച്ചേ. എവിടെ നിന്ന് അമ്മ ഇവിടെ നിൽപ്പുണ്ട്. അമ്മേ ഓക്കെ, അമ്മയെന്ന് വിളിച്ചപ്പോൾ തന്നെ ഹായ് തന്നു. അപ്പം പിന്നെ അത്രേ ഉള്ളൂ. ടാറ്റ. ഞങ്ങളങ്ങനെ വീട്ടിലെത്തട്ടെ.